നമ്മളുള്ളത് തീരദേശ പാതയുടെ 3-ാം റീച്ചിലാണ്. മുഹിയുദ്ദീൻ പള്ളി മുതൽ കെട്ടുങ്ങൽ പാലം വരെയുള്ള 3rd റീച്ച് എന്ന് പറയുന്നത് 3.85 കിലോമീറ്റർ ദൂരമാണ് ഈ 3-ാം റീച്ചിലുള്ളത്. ആദ്യ റീച്ച് പടിഞ്ഞാറേക്കര മുതൽ ഉണ്ണിയാൽ വരെയുള്ള ഭാഗത്താണ്. അത് ഏതാണ്ട് പണി പൂർത്തിയായ ഘട്ടത്തിലാണ്. 2-ാം ഘട്ടത്തിൽ സ്ഥലമേറ്റെടുപ്പ് അതിവേഗം നടക്കുന്നു. 3-ാം റീച്ചിലേക്ക് എത്തുമ്പോഴാണ് പൂർണ്ണമായും പണി പൂർത്തിയായിട്ടുള്ള റീച്ചുള്ളത്. 6 റീച്ചുകൾ പൂർത്തിയാകുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി മുതൽ ഇങ്ങ് മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാറക്കര വരെയുള്ള തീരദേശ പാത അത് പൂർണ്ണമായും പ്രവർത്തന യോഗ്യമാകും. ഇപ്പോൾ നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേക്ക് സമാന്തരമായിട്ടാണ് ഈ തീരദേശ ഹൈവേ. ഇത് 623 കിലോമീറ്ററാണ്. കാസർഗോഡ് ജില്ലയിലെ കുഞ്ചത്തൂർ മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ നമ്മുടെ സംസ്ഥാന അതിർത്തി വരെ വിഭാവന ചെയ്യുന്നത്. 9 ജില്ലകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. കോഴിക്കോട് മുതൽ എറണാകുളം വരെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ 5 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ യാത്ര ചെയ്യും. എന്നാൽ ഇന്ന് ഈ തീരദേശ ഹൈവേ പൂർത്തീകരിച്ചാൽ ആ യാത്ര നേർപകുതിയായി 3 മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് എത്താൻ കഴിയും. 15.6 മീറ്ററാണ് ഈ റോഡിൻ്റെ വീതി എന്ന് പറയുന്നത്. ഈ റോഡിൻ്റെ പ്രത്യേകത 2 വശത്ത്, ആ വശത്ത് ഫുട്പാത്ത് ഉണ്ട്, അതേപോലെ ഈ വശത്തും ഫുട്പാത്ത് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഒപ്പം തന്നെയാണ് ഡ്രെയിനേജ്, വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനവും. നമ്മളിതിൽ ഏറ്റവും ആകർഷിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ കാണുന്ന മഞ്ഞ ലൈൻ ഉണ്ടല്ലോ. ഈ മഞ്ഞ ലൈനിനപ്പുറത്തേക്ക് സൈക്കിൾ യാത്രികർക്ക് സൈക്കിളുമായി പോകാനുള്ള ഒരു പാതയാണ്. തീരദേശ പാതയുടെ ആദ്യ റീച്ച് എന്ന് പറയുന്നത് പടിഞ്ഞാറക്കര മുതൽ ഉണ്ണിയാൽ വരെയുള്ള 15 കിലോമീറ്റർ ദൂരമാണ്. അതിൽ 4.4 കിലോമീറ്റർ ദൂരത്തിലുള്ള സ്ഥലമേറ്റെടുപ്പ് നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 57 കോടി രൂപയാണ് 1-ാം റീച്ചിനായി ചെലവാക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന 3-ാം റീച്ച് എന്ന് പറയുന്ന മുഹിയുദ്ദീൻ പള്ളി മുതൽ കെട്ടുങ്ങൽ പാലം വരെയുള്ള ഈ റീച്ചിൽ 3-ാം റീച്ചിൽ പണി പൂർത്തിയായ ഈ റീച്ചിൽ 27.56 കോടി രൂപയാണ് ഈ നിർമ്മാണത്തിനായി ചെലവിട്ടിരിക്കുന്നത്. കെട്ടുങ്ങൽ പാലം മുതൽ മുതിയം പാലം വരെയുള്ള 4-ാമത്തെ റീച്ച്. മുതിയം പാലം മാത്രം 104 മീറ്റർ ദൂരമുള്ള മുതിയം പാലം മാത്രം 5-ാമത്തെ റീച്ചിൽപ്പെടുന്നു. മുതിയം പാലം മുതൽ കടലുണ്ടി വരെയുള്ള 2.5 കിലോമീറ്റർ ദൂരം 6-ാമത്തെ റീച്ചിൽ. അങ്ങനെ 1 മുതൽ 6 റീച്ചുകൾ പൂർണ്ണമായും അതിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ കോഴിക്കോട് ജില്ലയെയും മലപ്പുറത്തെ പടിഞ്ഞാറക്കര വരെയുള്ള ഭാഗത്തെയും ബന്ധിപ്പിക്കുന്ന തീരദേശ പാത പൂർത്തിയാകും. ടൂറിസം കേരളത്തിൻ്റെ ഹൃദയമാണെങ്കിൽ അതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ധമനിയാണ് തീരദേശ പാത എന്ന് പറയുന്നത്. പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിൻ്റെ ടൂറിസം രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് വഴി തുറക്കുന്നതാകും ഈ പാത എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.